ഐ ഡി സിനിമ ഒരു തിയേറ്റർ വാച്ചബിൾ ആയിട്ടുള്ള പടമാണ്. അതായത് ധ്യാന്റെ ഇപ്പൊ ഈ ലാസ്റ്റ് ഇറങ്ങിയ പടങ്ങളൊക്കെ ധ്യാന്റെ ഒരുമാതിരി പരാജയപ്പെട്ട സിനിമകളാണ്. അപ്പൊ അതിനൊക്കെ ഒരു മറുപടി എന്നോളാണ് ഐ ഡി പടം എനിക്ക് തോന്നിയത്. എന്തായാലും നല്ലൊരു കമ്പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് 2020 തുടക്കത്തിൽ തന്നെ ഒരു ഹിറ്റ് പടം അങ്ങനെയും പറയാം. അപ്പൊ പിന്നെ എടുത്തു പറയേണ്ടതില് ഷാജോന്റെയും ധ്യാൻ ശ്രീനിവാസന്റെ ഒക്കെ പെർഫോമൻസ് നല്ല കിടലാണ്. ഇവര് മാത്രമല്ല എല്ലാവരും അഭിനയിച്ച എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതായത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോ അതിൽ കിട്ടണ അതാണ് മെയിൻ ആയിട്ട് പടം പറയുന്നത്. അതിന്റെ രസമായിട്ട് എനിക്ക് തോന്നുന്നത് ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഈ പടത്തില് എങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഹരാസ്മെന്റ് ചെയ്തോ അതേപോലെ തന്നെ തിരിച്ചൊരു ഹരാസ്മെന്റ് മറ്റേ ചെയ്തവന് കൊടുക്കുമ്പോ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ രസമായിട്ട് പടത്തിൽ കാണിച്ചിട്ടുണ്ട്. എന്തായാലും തിയേറ്റർ വാച്ചബിളാണ്, ഇഷ്ടപ്പെട്ടു. ഐ ഡി മൂവി ഞാൻ വലിയ പ്രതീക്ഷിച്ചില്ല, പക്ഷെ എനിക്ക് പേഴ്സണലി മൂവി വർക്കൗട്ടായി. സോഷ്യലി വളരെ സബ്ജക്ട് സോഷ്യൽ മീഡിയ ഹാരാസ്മെന്റ് നമ്മൾ ഒരുപാട് കേട്ടേക്കണാണ്, കണ്ടേക്കണാണ്. പക്ഷെ അതൊരു ഡിഫറെന്റ് രീതിയിൽ പ്രസന്റ് ചെയ്തു. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഇത് നമ്മൾ ഒരുപാട് കണ്ടേ പറയാറുണ്ട്. ക്ലൈമാക്സ് ഇത് തന്നെ എനിക്ക് ഊഹിച്ചു, പക്ഷെ ഡിഫറെന്റ് രീതിയിൽ ഹരാസ് ചെയ്യപ്പെടുന്ന ആളുടെ വിഷമവും ആ ഹരാസ് ചെയ്ത ആളെ തിരിച്ച് ആ രീതിയിൽ തന്നെ വിഷമിപ്പിക്കുമ്പോൾ ആൾക്കുണ്ടാകുന്ന മാനസിക സംഭരണവും അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ധ്യാന്റെ പെർഫോമൻസ് നല്ലായിരുന്നു. മ്യൂസിക് ബീജി ഒക്കെ അത്യാവശ്യം ഓക്കെ ആയിരുന്നു. ഒരു ചെറിയ സബ്ജക്റ്റ് ആണ്, ക്യൂട്ട് മൂവി, പക്ഷേ സോഷ്യലി വളരെ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മൂവി ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് ഫീൽ ചെയ്തു. ഇറ്റ്സ് എ ഗുഡ് വൺ. ആൻഡ് ധ്യാന്റെ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു പെർഫോമൻസ് എല്ലാം. സോ ഇറ്റ്സ് എ ഗുഡ് വൺ. കുറച്ചും കൂടി ഒരു എന്താ പറയാ പ്രതികാരം ചെയ്യുന്ന പരിപാടി കൊള്ളാം. ഇഷ്ടപ്പെടുമല്ലോ, ആയിട്ട് പാടല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാണികളുടെ കൂടെ കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് ഇങ്ങനെ കാണുന്നത്. റിവ്യൂ മുന്നേ കുറച്ച് പേരൊക്കെ കണ്ടിട്ട് പറഞ്ഞിട്ട് ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുമെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കാര്യമാണ്. അപ്പൊ നിങ്ങളെല്ലാവരും കാണും. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ 2 മൂവീസ് കമ്മി ചെയ്തിട്ടുണ്ട്. തിയേറ്ററിലെ കാണികളുടെ കൂടെ കണ്ടപ്പോഴുള്ള ഫീൽ എങ്ങനെയുണ്ട്? ഹാപ്പിയാണ്. കുറെ നാളിന് ശേഷം ഒരു പ്രൊജക്ട് വന്നു. ആൻഡ് ദെൻ എല്ലാരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഒരു സോഷ്യൽ ഇഷ്യൂ ആണല്ലോ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഞാനൊരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്തേക്കുന്നത്. ഹാപ്പിയാണ്. ഇറ്റ്സ് എ ഫാമിലി വാച്ച്. ആർക്ക് വേണമെങ്കിലും എല്ലാ ഫാമിലിക്കും വന്ന് കാണാം. ഇപ്പോഴത്തെ ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് സംസാരിച്ച് പോയേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വരണം, ഐ ഡി ദി ഫേക്ക് കാണണം. താങ്ക് യു. ഈ സിനിമയിൽ വന്നപ്പോ ഇങ്ങനെ ഒരു കഥ കേട്ടപ്പോ ഇതിന് വില്ലനായിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്. അത് അതായത് ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ശ്രദ്ധിക്കുമെന്നൊരു തോന്നലുണ്ടായി. ആൻഡ് ദെൻ ഹോപ്പ്ഫുള്ളി ഇറ്റ് വെന്റ് ഗുഡ്. എനിവേ താങ്ക് യു. ഐ ഡി വളരെ മികച്ചൊരു സിനിമയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ കഥ, അതിലെ സ്റ്റോറി ഉണ്ടല്ലോ. ഈ കാലഘട്ടത്തിൽ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്. അതായത് വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റിടത്തൊക്കെ സ്ത്രീകളുടെ മോശമായ ഫോട്ടോ ചിത്രീകരിച്ചിട്ട് സ്റ്റോറി അടിച്ചുവിടുന്ന ഒരു കഥയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. പക്ഷെ അത് നമുക്ക് കണ്ടാലേ അതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. വളരെ മോശമായ രീതിയിൽ സ്ത്രീകൾ ഉപയോഗിക്കുക അത് പാടില്ല. അത് ഈ സിനിമ കറക്റ്റായിട്ട് നമുക്കത് വ്യക്തമാക്കി തരുന്നുണ്ട്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരും വ്യക്തമായിട്ട് ഈ സിനിമ കാണണം. ഈ സിനിമ നല്ലൊരു സിനിമയാണ്, പക്ഷെ ഇതിന് സ്ക്രീന് കിട്ടിയില്ല. ഇങ്ങനത്തെ നല്ല കഥകൾക്ക് സ്ക്രീന് കൊടുക്കുന്നില്ല. ഈ ചളിവിളി പടങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ സ്ക്രീനും കിട്ടും. പക്ഷെ ഇതിന് സ്ക്രീന് കിട്ടാത്ത എനിക്ക് തോന്നുന്നു നല്ല ഡിസ്ട്രിബ്യൂട്ടർ കിട്ടാത്തതുകൊണ്ട് അതുകൊണ്ട് വളരെ നല്ലൊരു പടമാണ്. അതാ പറഞ്ഞത്. ഇതില് എനിക്ക് തോന്നുന്നത് ധ്യാനിന്റെ പെർഫോമൻസ് ഒക്കെ കൊള്ളാം. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ധ്യാൻ തന്നെയാണ് ഇതിന്റെ മെയിൻ പ്രശ്നം, ഈ സ്ക്രീന് കിട്ടാത്തതിന്റെ. കാരണം എന്താ പറഞ്ഞാൽ ഒരു വർഷം 5-8 സിനിമ എടുത്തിട്ട് പടം വീക്ക്ലി ഇറക്കിയിട്ട് വീക്ക്ലി സ്റ്റാർ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ പടം ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീക്ക്ലി സ്റ്റാർ ആകുമ്പോൾ പടം പൊട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താ ഡിസ്ട്രിബ്യൂട്ടർ കിട്ടൂല. ഇതിന് നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടർ കിട്ടിയിട്ട് ഇഷ്ടംപോലെ സ്ക്രീനും കിട്ടും, പടം വിജയിക്കും. നല്ല വിജയിക്കേണ്ട കഥയാണ്. കാരണം ഇങ്ങനത്തെ കഥ സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലാണോ, ഇത് ഇറങ്ങിച്ചെല്ലുന്നില്ല. എനിക്ക് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ, വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു കഥയാണ്.